ഹലോ മക്കളെ, അപ്പൊ നമ്മള് ചലനത്തിനു പിന്നിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മള് വിവിധ തരം ചലനങ്ങളെ പറ്റി പഠിച്ചു അല്ലെ. സസ്യങ്ങളിലെ ചലനത്തെ പറ്റി പറഞ്ഞു, ജന്തുക്കളിലെ ചലനങ്ങളെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളിലെ ചലനത്തിനെ പറ്റി പറഞ്ഞു. അങ്ങനെ നിരവധി തരത്തിലുള്ള ചലനത്തെ പറ്റിയും ഓരോ മനുഷ്യന്മാരിൽ ഉണ്ടാവുന്ന പലതരം ചലനങ്ങൾ അല്ലെ, സ്യൂഡോപൊഡിയൽ ആയിട്ടുള്ള ചലനം, അല്ലെങ്കിൽ ഫ്ലജെല്ലാർ ചലനം, അല്ലെങ്കിൽ സീലിയറി ചലനം, അല്ലെ കോശദ്രവ്യത്തിലെ ചലനം, ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു പേശി ചലനം എന്ന് പറയുന്ന ഒരു ചലനം മനുഷ്യരിലുണ്ട്. ആ പേശി ചലനത്തിന് സഹായിക്കുന്ന എന്ത് പ്രത്യേകതയാണ് പേശികൾക്ക്, മനുഷ്യന്റെ പേശികൾക്ക് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു വെച്ചേക്കുന്നത്. ശരിയല്ലേ? സോ ആ ഒരു പേശി ചലനത്തെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ നോക്കുകയാണ് പേശി കല അല്ലെങ്കിൽ മസിൽ അല്ലെ, മസിൽ ടിഷ്യൂ. പേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലാണ്. ഓക്കെ, അപ്പൊ പേശി കല അഥവാ മസിൽ ടിഷ്യൂവിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ശരീര ചലനങ്ങൾക്ക് കാരണമാകുന്ന സവിശേഷ കലകളാണ് പേശികൾ. അപ്പൊ എന്താ പേശികൾ മക്കളെ? എന്താ പേശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീര ചലനം അല്ലെ, ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ചലനമാണ്. ഈ ശരീര ചലനങ്ങൾക്ക് സഹായിക്കുന്ന സവിശേഷമായിട്ടുള്ള കലകളെയാണ് എന്ത് പറയുന്നത്? പേശികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പേശികൾ എന്തിനാ സഹായിക്കുന്നത്? ചലനത്തിന് സഹായിക്കുന്നു. ക്ലിയർ അല്ലേ? ശരീരത്തിൽ വിവിധ തരത്തിലുള്ള പേശികളുണ്ട്. പല തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എന്തുണ്ട് കലകൾ, പേശികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇവ പേശി കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ പേശികള് ചലനത്തെ സഹായിക്കുന്ന പേശികള് ഏത് കോശം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പേശി കോശങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പേശി കോശങ്ങൾ അല്ലെ, പേശി കോശങ്ങൾ വെച്ചിട്ടാണ് പേശികള് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. സിമ്പിൾ അല്ലേ? പേശി എന്ന് പറയുന്നത് വലുതാ, അതിനെ ഉണ്ടാക്കിയിട്ടുള്ളത് പേശിയുടെ കോശം എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ. അങ്ങനത്തെ കുറെ പേശി കോശങ്ങൾ വെച്ചിട്ടാണ് പേശികളെ ഉണ്ടാക്കിയിട്ടുള്ളത്. പേശി കോശങ്ങളിൽ മർമ്മമുണ്ട്. പേശി കോശങ്ങളില് എല്ലാ കോശങ്ങളിലും മർമ്മമുണ്ട്, അതുപോലെ തന്നെ പേശി കോശത്തിലും മർമ്മമുണ്ട്. പേശി കോശങ്ങളിൽ മർമ്മവും മിക്ക കോശാംഗങ്ങളും കാണപ്പെടുന്നു. പേശി കോശങ്ങളില് മർമ്മമുണ്ട്, അതുപോലെ തന്നെ പല കോശാംഗങ്ങൾ അല്ലെ, സെൽ ഓർഗനൽസ് എന്ന് പറയും. കോശാംഗങ്ങൾ അല്ലെ, ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ള കോശാംഗങ്ങളുടെ പേരല്ലേ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡി, മൈറ്റോകോൺട്രിയ, അങ്ങനെ കുറെ കോശാംഗങ്ങൾ പഠിച്ചിട്ടില്ലേ? അതിനകത്ത് മിക്ക കോശാംഗങ്ങളും അതുപോലെ തന്നെ മർമ്മവും എന്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും? നമ്മുടെ ഈ ഒരു പേശി കോശത്തിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എന്നാൽ മറ്റ് കോശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ രണ്ട് പേരുകള്, ഈ രണ്ടാൾക്കാരെ നമുക്ക് പേശി കോശത്തിൽ കാണാൻ പറ്റും. അത് വേറെ കോശത്തിലൊന്നും കാണാൻ പറ്റില്ല. കോശാംഗങ്ങള് എല്ലാ കോശത്തിലുമുണ്ട്, പേശി കോശത്തിലുമുണ്ട്. പക്ഷെ പേശി കോശത്തിലുള്ള ഈ രണ്ടാൾക്കാര് പേശി കോശത്തിലെ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ പേശി കോശത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കാര്യങ്ങളാണ്. ഏതാണ് രണ്ട് ആൾക്കാര്? ആക്റ്റിൻ, മയോസിൻ. ഓക്കെ, അത് അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള പ്രോട്ടീൻ തന്തുക്കളാണ്. അത് പേശി കോശങ്ങളിൽ കൂടുതലുണ്ട്. ബാക്കി ചിലതിലൊക്കെ ഉണ്ടാവും, പക്ഷെ അത്രയും അളവില്ല. പേശി കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ ആദ്യം കൊണ്ടുവരേണ്ട പേരാണ് ആക്റ്റിൻ, മയോസിൻ. ആക്റ്റിനും മയോസിനും പഠിച്ചോ? ആക്റ്റിൻ, മയോസിൻ. അപ്പൊ പേശി കോശങ്ങളിൽ ഈ ആക്റ്റിന്റെയും മയോസിന്റെയും അളവ് കൂടുതലായിട്ട് ഉണ്ട്. പേശി കോശങ്ങളിലെ ഒരു സവിശേഷമായിട്ടുള്ള പ്രോട്ടീനുകളാണ് അല്ലെങ്കിൽ പ്രോട്ടീൻ തന്തുക്കളാണ് ആക്റ്റിനും മയോസിനും. പഠിച്ചോ? ആക്റ്റിനും മയോസിനും പഠിച്ചു. ഈ ആക്റ്റിനും മയോസിനുമായിട്ടുള്ള ഈ തന്തുക്കളുടെ പ്രവർത്തനം മൂലം പേശികൾ സങ്കോചിക്കുകയും പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു.
അപ്പം ഈ ആക്റ്റിൻ മയോസിൻ പേശികളുടെ പേശീതന്തുക്കളുടെ സങ്കോചവും വികസനവും കാരണം, അല്ലെങ്കിൽ സങ്കോചവും പൂർവസ്ഥിതി വികസിച്ചിട്ട് പൂർവസ്ഥിതി എത്തും. ഈ പൂർവസ്ഥിതിയും കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരഭാഗങ്ങളുടെ ചലനത്തിന് സഹായിക്കുന്നത്, പലതരത്തിലുള്ള ചലനങ്ങളെ സാധ്യമാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ഇതാണ് മസിൽ എന്ന് വിചാരിക്കുക, ഇതാണ് നമ്മുടെ പേശി എന്ന് വിചാരിക്കുക. ഈ പേശിയിൽ നമുക്ക് ആക്റ്റിനും ഉണ്ട് മയോസിനും ഉണ്ട്. അപ്പം ആക്റ്റിൻ മയോസിൻ ചേർത്തിട്ടാണ് അല്ലെ ഇത് ചുരുങ്ങും അല്ലെങ്കിൽ സങ്കോചിക്കുന്നു, പൂർവസ്ഥിതി പ്രാപിക്കുന്നു. ആക്റ്റിനും മയോസിനും സങ്കോചിക്കുകയും ചെയ്യുന്നു, പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. അത് കാരണമാണ് പേശികളിൽ ചലനം എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അപ്പൊ നമ്മൾ പേശി കലകളുടെ സവിശേഷതകൾ പറഞ്ഞു. എന്താണ്? പേശി കോശങ്ങളിൽ എന്തുണ്ട്? ആക്റ്റിനും മയോസിനും ഉണ്ട് അല്ലെ. ആക്റ്റിനും മയോസിനും കൂടുതലായിട്ടുണ്ട്. അപ്പം പേശീകോശങ്ങളിലെ പ്രോട്ടീനുകളും പ്രാധാന്യവും എന്താണ്? ഇതാണ് പേശി എന്ത് ചെയ്യുന്നത്? സങ്കോചിപ്പിക്കുന്നതും പൂർവസ്ഥിതി പ്രാപിക്കുന്നതും കാരണമാണ് ചലനം നടക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ വിവിധ തരത്തിലുള്ള പേശികളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള പേശികൾ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വിവിധ തരം പേശികൾ നിങ്ങൾ നോക്കിക്കേ. അസ്ഥിപേശിയുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ സ്കെലിറ്റൽ മസിൽ എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പാണ് മൃദുല പേശി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ സ്മൂത്ത് മസിൽ എന്ന് പറയും. മൂന്നാമത്തതാണ് ഹൃദയപേശി, അല്ലെങ്കിൽ കാർഡിയാക് മസിൽ. അങ്ങനെ 3 തരത്തിലുള്ള പേശികളുണ്ട്. ഏതൊക്കെയാണ്? അസ്ഥിപേശിയുണ്ട്, മൃദുല പേശിയുണ്ട് ആൻഡ് ഹൃദയപേശിയുണ്ട്. അസ്ഥിപേശി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയേ, അസ്ഥികളുമായിട്ട് അല്ലെ, നമുക്ക് സ്കെലിട്ടൺ ഉണ്ട്. നമുക്ക് ഇതൊരു അസ്ഥിയാണ്. നമ്മുടെ കൈൻ്റെ ഇവിടെ എല്ലില്ലേ, നിങ്ങൾ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എല്ല് കാണാൻ പറ്റും. ഇവിടെയൊക്കെ എല്ലുണ്ട്. ഈ എല്ലിന്റെ മോള് ഇങ്ങനെ ഈ അസ്ഥികളുടെ മേലെ അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ബന്ധിച്ച് നിർത്തുന്ന പേശികളെ, മസിലുകളെയാണ് നമ്മൾ എന്ത് പറയാ? അസ്ഥിപേശി. അസ്ഥിപേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥിന്റെ മോള് പറ്റി നിൽക്കുന്ന മസിലിനെയാണ് അസ്ഥിപേശി, സ്കെലിറ്റൽ മസിൽ എന്ന് പറയും. അസ്ഥിപേശി അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ എന്ന് പറയും. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് മൃദുലപേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ. നമ്മൾ മൃദുലപേശി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആമാശയം പഠിച്ചിട്ടില്ലേ? പേശി നിർമ്മിതമായിട്ടുള്ള ഒരു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ചാക്ക് പോലെയുള്ള സംഭവം ഉണ്ട്, അതാണ് മൃദുലപേശി. ഓക്കെ, അതാണ് ആമാശയം. ആമാശയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കോശങ്ങളെ അല്ലെങ്കിൽ പേശികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൃദുലപേശി. അപ്പൊ ഫസ്റ്റത്തെ പേശി അസ്ഥിപേശി, രണ്ടാമത്തെ പേശി മൃദുലപേശി, മൂന്നാമത്തത് ഹൃദയപേശിയാണ്. പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഹൃദയത്തിലുള്ള പേശി, അതാണ് ഹൃദയപേശി. ക്ലിയർ? ഹൃദയത്തിലുള്ള പേശിയെ നമ്മൾ ഹൃദയപേശി എന്ന് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ 3 പേരുകൾ പഠിച്ചു അല്ലെ, അസ്ഥിപേശി, മൃദുലപേശി, ഹൃദയപേശി. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഓരോ പേശികളെ പറ്റിയിട്ടും അവയുടെ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെ, നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് അസ്ഥിപേശി നോക്കിക്കേ. അസ്ഥിപേശി ഞാൻ പറഞ്ഞു, ഇവിടെ കൈയിന്റെ പിക്ചറൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പം കൈ എനിക്ക് പൊക്കണം, ഞാൻ വിചാരിക്കുന്നു എനിക്ക് കൈ പൊക്കണം എന്ന്. പൊക്കിയല്ലോ എൻ്റെ കൈ അല്ലെ. അപ്പൊ ഞാൻ വിചാരിക്കുന്നതിനനുസരിച്ച് എനിക്ക് എൻ്റെ കൈ പൊക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി ഇവിടെ ആമാശയത്തിന്റെ ഇവിടെയൊക്കെയുള്ള പേശിയാണ് മൃദുലപേശി. ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ആമാശയം എനിക്കൊന്ന് സങ്കോചിപ്പിക്കണം എന്ന് വിചാരിക്കുകയാണ്. എനിക്ക് പറ്റുമോ ചെയ്യാൻ വേണ്ടിയിട്ട്? എനിക്ക് വയറൊക്കെ ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടി പറ്റും, പക്ഷെ ആമാശയത്തിന്റെ ഒരു സങ്കോചം എനിക്ക് സാധ്യമാണോ? സാധ്യമല്ല അല്ലെ. ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി ഞാൻ വിചാരിക്കുക ഹൃദയപേശി, എൻ്റെ ഹൃദയം ഒരു 2 മിനിറ്റ് മിടിക്കാതെ ഇരിക്കണം, ഹൃദയം അനങ്ങാൻ പാടില്ല എന്ന്. അങ്ങനെ ആവാതിരിക്കട്ടെ. അങ്ങനെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാലും അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ വില്ലുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല. പക്ഷെ എനിക്ക് കൈ ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് പൊക്കാൻ പറ്റും, കാല് ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് പൊക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ കൈ എനിക്ക് വിചാരിക്കുമ്പോൾ മടക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൈ മടക്കുക, അത് എനിക്ക് ഞാൻ വിചാരിക്കുന്നതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ആമാശയത്തിന്റെ മൂവ്മെന്റ്, ആമാശയത്തിന്റെ ചലനം എൻ്റെ വിചാരത്തിനനുസരിച്ചല്ല പോകുന്നത്.
ഹൃദയത്തിന്റെ ചലനം എൻ്റെ വിചാരത്തിനനുസരിച്ച് അല്ല പോകുന്നത്. സോ അസ്ഥിപേശി അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത് ഐച്ഛിക ചലനം സാധ്യമാക്കുന്നുണ്ട്. എന്താ ഐച്ഛിക ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഐച്ഛിക ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് അല്ലെ, എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാൻ പറ്റും. മൃദുല പേശി അനൈച്ഛിക ചലനമാണ്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആമാശയത്തിന്റെ പേശി ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അനൈച്ഛിക ചലനമാണ്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹൃദയപേശിയും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹൃദയപേശിയും എന്താണ്? അനൈച്ഛിക ചലനം ആണ്. അപ്പം ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചോ? ഏതാണ് ഐച്ഛിക ചലനം, ഏതാണ് അനൈച്ഛിക ചലനം എന്ന് നിങ്ങൾ പഠിച്ചു. അസ്ഥിപേശി ഐച്ഛിക ചലനമാണ്, മൃദുലപേശി അനൈച്ഛിക ചലനമാണ്, ഹൃദയപേശി അനൈച്ഛിക ചലനമാണ്. ഇനി നിങ്ങൾ ഓരോ പേശിയിലേക്ക് നോക്കിക്കുക. ഇതിന്റെ ഷേപ്പ് എന്താ മക്കളെ? ഇതൊരു പേശിയാണ്. പേശി കോശങ്ങൾ ഇങ്ങനെ ന്യൂക്ലിയസ് ആയിട്ട് വരുന്നത് ഇവിടെ. അപ്പം ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുകയാണ്. ഓക്കെ, ഇതിന്റെ ഷേപ്പ് എന്താ? യെസ്, സിലിണ്ടർ ആകൃതിയാണ് അല്ലെ, സിലിണ്ടർ ആകൃതി. അപ്പം അസ്ഥിപേശിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആകൃതി എന്ന് പറയുന്നത് സിലിണ്ടർ ആകൃതിയാണ്. ഇനി മൃദുലപേശി നിങ്ങൾ നോക്കിക്കേ, ഒരു സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ളതാണ് അല്ലെ, സ്പിൻഡിൽ ഷേപ്പ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മൃദുലപേശിയുടെ നിങ്ങൾക്ക് സ്പിൻഡിൽ ഷേപ്പ് എന്ന് എഴുതാം അല്ലെ, സ്പിൻഡിൽ ആകൃതി എന്ന് എഴുതാം. സ്പിൻഡിൽ ആകൃതി അല്ലെ, ഇങ്ങനെ ഒരു ഷേപ്പ് അല്ലേ ഇതിന് വരുന്നത്. ഇതാണ് സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയുന്ന ഷേപ്പ്, സ്പിൻഡിൽ ആകൃതി. ഹൃദയപേശി നിങ്ങൾ നോക്കിയേ, അഗെയിൻ സ്കെലിറ്റൽ മസിൽ പോലെ അല്ലെങ്കിൽ അസ്ഥിപേശിയെ പോലെ തന്നെ ഏത് ആകൃതിയാണ്? സിലിണ്ടർ ആകൃതിയാണ് അല്ലെ, സിലിണ്ടർ ആകൃതി. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ കുറെ വരകൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? പിക്ചർ ക്ലിയർ ആണോ? വരകൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? കുറച്ച് വരകൾ കാണാൻ പറ്റും. ഇവിടെ ഹൃദയപേശി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് വരകൾ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കുറുകെ ഇങ്ങനെ വരകൾ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ മൃദുലപേശി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വരയും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മൃദുലപേശിയിൽ പറ്റില്ല. വരകൾ ഒന്നുമില്ലാത്ത സ്മൂത്ത്, നമ്മളെന്താ സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അല്ലെ, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുക പറഞ്ഞാൽ അതുപോലെ കുറുകെ ഒരു വരയൊന്നും കാണാത്ത വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആ പേശികളാണ്, മൃദുലമായിട്ടുള്ള പേശികളാണ് മൃദുലപേശി. ഓക്കെ, ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ ഹൃദയപേശി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പേശി ഉണ്ട്, ഇവിടുന്ന് ഒരു ബ്രാഞ്ച് അല്ലെ, ശാഖകളായിട്ട് ഇതിങ്ങനെ തിരിയാണ്. ഇവിടെ അടുത്ത ശാഖ പോവാണ്, അടുത്ത ശാഖ പോവാണ്. അപ്പം ഇവിടെ മാത്രമാണ് ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖകളായിട്ട് മാറുന്നത്. ഇവരങ്ങനെ ശാഖകളൊന്നും ആയിട്ട് മാറുന്നില്ല. ഇത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ഇത് ശാഖകളൊന്നും ആവുന്നില്ല. പക്ഷേ ഹൃദയപേശി എന്താവുന്നുണ്ട്? ശാഖകളായിട്ട് തിരിയുന്നുണ്ട് അല്ലെ, ശാഖകളുണ്ട്. അപ്പം ഇത്രയുമാണ് ഈ 3 പേശികൾ തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? അസ്ഥിപേശി എന്ന് പറയുന്നത് ഒരു ഐച്ഛിക ചലനമാണ് നടത്തുന്നത്, സിലിണ്ടർ ആകൃതിയാണ്, ഇവിടെ വരകൾ കാണാൻ വേണ്ടി പറ്റും, ശാഖകളൊന്നും തന്നെ ഇല്ല അസ്ഥിപേശിക്ക്. മൃദുലപേശി നോക്കുമ്പോൾ സ്പിൻഡിൽ ആകൃതിയിലുള്ള അനൈച്ഛിക ചലനമുള്ള ഇവിടെ ശാഖകളൊന്നുമില്ലാത്ത സ്മൂത്ത് ആയിട്ടുള്ള മസിൽ അല്ലെ, വരകളൊന്നുമില്ല. ഹൃദയപേശി നോക്കുമ്പം അനൈച്ഛിക ചലനമാണ്, സിലിണ്ടർ ആകൃതിയാണ്, ശാഖകളൊക്കെ ഉണ്ട്. അപ്പൊ ശാഖകൾ ഉള്ളത് ആകെ ഹൃദയപേശിക്ക് മാത്രമാണ്. ക്ലിയർ ആണോ? വിവിധ തരം പേശികൾ ക്ലിയർ ആണോ? വിവിധ തരം പേശികൾ ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങൾ ഈ സ്ക്രീൻ ഒന്ന് പതിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ചാർട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. ഇത്രയും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മൈൻഡിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അവിടെ പതിപ്പിച്ച് വെച്ചോ. നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പം ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് ഫസ്റ്റ് വൺ, പേശിയുടെ പേര്. നമ്മൾ 3 തരം പേശികൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഇതുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ,
അപ്പൊ ഫസ്റ്റത്തെ പേശിയുടെ പേരെന്താണ്? അസ്ഥിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പേശികൾ. ഏതായിരുന്നു അസ്ഥിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന പേശിയിലെ? ഇവിടെ അസ്ഥികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള പേശിയുടെ പേരെന്താണ്? യെസ്, അസ്ഥിപേശിയാണ് അല്ലെ. അസ്ഥിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പേശി ഏതാണ്? അസ്ഥിപേശി. പൊള്ളയായ ആന്തര അവയവങ്ങളിലെ പേശികൾ. ഏതാണ് ആന്തരാവയവങ്ങളിലെ പേശികള്? മൃദുല പേശിയാണ് അല്ലെ. മൃദുലമായിട്ടുള്ള പേശി, സ്മൂത്ത് മസിലാണ് മൃദുല പേശി, സ്മൂത്ത് മസിൽ. ഇനി ഹൃദയഭിത്തിയിലെ പേശികൾ ഏതായിരുന്നു? ഏത് പേശിയായിരുന്നു? ഹൃദയഭിത്തി. ആ പേര് കേൾക്കുമ്പോഴേ അറിയാം ഏതാണ്. ഹൃദയപേശി അല്ലെങ്കിൽ കാർഡിയാക് മസിൽ എന്ന് പറയുന്നത് ഹൃദയപേശിയാണ് അല്ലെ. ഇനി നമ്മൾ ഈ ഓരോ പേശിയുടെയും ആകൃതി, ഞാൻ ആകൃതി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലേക്ക് ആലോചിക്കണേ. ഞാനിപ്പോ എഴുതുന്നതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. കോശങ്ങളുടെ ആകൃതി. അസ്ഥിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അസ്ഥിപേശിക്ക് ഏത് ആകൃതിയായിരുന്നു ഉണ്ടായിരുന്നത്? യെസ്, വെരി ഗുഡ്, സിലിണ്ടർ ആകൃതി. സിലിണ്ടർ ആകൃതി, സിലിണ്ടർ ആകൃതി. ഇനി പൊള്ളയായ ആന്തരാവയവങ്ങളിലെ പേശികളായിട്ടുള്ള മൃദുല പേശിക്ക് എന്ത് ഷേപ്പ് ആയിരുന്നു? യെസ്, സ്പിൻഡിൽ ആകൃതി. സ്പിൻഡിൽ ആകൃതി. അടുത്ത ഹൃദയഭിത്തിയിലെ പേശികൾക്ക് ഏത് ആകൃതിയായിരുന്നു? സിലിണ്ടർ ആകൃതിയായിരുന്നു അല്ലെ. സിലിണ്ടർ ആകൃതിയായിരുന്നു. സിലിണ്ടർ ആകൃതി അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് എന്ന് പറയും കേട്ടോ. ഇനി കുറുവരകൾ അല്ലെ. വരകൾ നിങ്ങൾ നോക്കിയേ. ഇവിടെ നിങ്ങൾക്ക് വരകൾ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ വരകൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ മൃദുല പേശിയിൽ നിങ്ങൾക്ക് വരകള് കാണാൻ വേണ്ടി പറ്റുന്നില്ല. സോ കുറുവരകളുടെ സാന്നിധ്യം അസ്ഥിപേശിയിൽ ഉണ്ട് അല്ലെ. കുറുവരകൾ ഉണ്ട്. പൊള്ളയായ ആന്തരാവയവങ്ങളിലെ പേശികളായിട്ടുള്ള മൃദുല പേശികളിൽ ഇല്ല. ഹൃദയപേശികളില് കുറുവരകള് ഉണ്ടല്ലേ, നമ്മൾ കണ്ടു ഉണ്ട്. നെക്സ്റ്റ് ശാഖകള്. അസ്ഥിപേശിക്ക് ശാഖകൾ ഇല്ല, മൃദുല പേശിക്ക് ശാഖകൾ ഇല്ല. പക്ഷേ ശാഖകൾ ഉണ്ടായിരുന്നു. ആർക്ക്? ഹൃദയപേശിക്ക് ശാഖകൾ ഉണ്ടായിരുന്നു. ശരിയല്ലേ? ഇനി ആഗ്രഹത്തിനനുസരിച്ച് പേശികളുടെ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് എൻ്റെ പേശികളെ മടക്കാനും നിവർത്താനോ അല്ലെങ്കിൽ സങ്കോചിപ്പിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അസ്ഥികളുമായി അല്ല, എനിക്ക് വിചാരിച്ചാൽ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിച്ചുള്ള ഈ കൈയെ മടക്കാൻ വേണ്ടി പറ്റും. ആഗ്രഹത്തിനനുസരിച്ച് പേശികളുടെ നിയന്ത്രണം അസ്ഥിപേശിക്ക് സാധ്യമാണ്. മൃദുല പേശിക്ക് സാധ്യമല്ല. ഹൃദയഭിത്തിയിലെ പേശിക്കും സാധ്യമല്ല അല്ലെ. ഹൃദയഭിത്തിയിലെ പേശി ഞാൻ വിചാരിക്കുമ്പം എനിക്ക് അനക്കാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ്. അസ്ഥികളുമായി ബന്ധിപ്പിച്ചുള്ള പേശി അസ്ഥിപേശിയാണ്. അതിന് സിലിണ്ടർ ആകൃതിയാണ്, അതിൽ കുറുവരകളുണ്ട്, അതിന് ശാഖകളില്ല. അതിന്റെ ആകൃതിനനുസരിച്ച് നമുക്ക് ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പൊള്ളയായ ആന്തരികാവയവങ്ങളിലെ പേശികളായിട്ടുള്ള മൃദുല പേശിക്ക് സ്പിൻഡിലാകൃതിയാണ്. അതിന് കുറുവരകളൊന്നും തന്നെ ഇല്ല, അതിന് ശാഖകളൊന്നും തന്നെ ഇല്ല. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. ഇനി ഹൃദയഭിത്തിയിലെ പേശികളായിട്ടുള്ള ഹൃദയപേശിക്ക് സിലിണ്ടർ ആകൃതിയാണ്. അതിന് കുറുവരകൾ ഉണ്ട്, ശാഖകൾ ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുക എന്നത് സാധ്യമല്ല. ഓക്കെ. അപ്പം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്നവയും ഐച്ഛിക പേശികൾ നിയന്ത്രിക്കാൻ കഴിയാത്തവയും അനൈച്ഛിക പേശികൾ ആയ പേശികൾ ശരീരത്തിലുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഐച്ഛിക പേശികളും നിയന്ത്രിക്കാൻ കഴിയാത്തവയായ അനൈച്ഛിക പേശികളും ശരീരത്തില് ഉണ്ട്. അപ്പൊ നമ്മുടെ ആഗ്രഹപ്രകാരം നിയന്ത്രിക്കാൻ പറ്റുന്ന ഐച്ഛിക പേശികളുമുണ്ട്, നിയന്ത്രിക്കാൻ പറ്റാത്ത അനൈച്ഛിക. നമ്മൾ പറഞ്ഞു അല്ലെ, ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്നത് ഐച്ഛികമാണ്, ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ പറ്റാത്തത് അനൈച്ഛികമാണ്.
ഇവ ഓരോന്നും ഏതെല്ലാം ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്നു? അപ്പം നമ്മുടെ ഇഷ്ടപ്രകാരം വോളണ്ടറി മസിൽ എന്നാ പറയാ അല്ലെ, നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ശരീര പേശികൾ ഏതൊക്കെയാണ്, നമ്മളെ ഇഷ്ടപ്രകാരം ചലിപ്പിക്കാൻ പറ്റാത്ത ശരീരപേശികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പം ഐച്ഛിക പേശികള്, കൈകളിലെ പേശികള്, കാലുകളിലെ പേശികള്, അതുപോലെ തന്നെ നമ്മൾ ചിരിക്കാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഈ പേശിയൊക്കെ നമുക്ക് അനക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ മുഖത്തെ പേശികളും നമുക്ക് ഐച്ഛിക പേശികളാണ് അല്ലെ. ഓക്കെ, ഇനി അനൈച്ഛിക പേശികളുണ്ട്. അനൈച്ഛിക പേശികൾ എന്ന് പറയുന്നത് അന്നനാളത്തിലെ പേശികൾ അനൈച്ഛികമാണല്ലോ, നമ്മുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ വേണ്ടി പറ്റില്ല. ആമാശയത്തിലെ പേശികൾ അനൈച്ഛികമാണ്, നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. ആമാശയത്തിലെ പേശികൾ അനൈച്ഛികമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത വേറൊരു പേശിയാണ്, അതായത് ഹൃദയപേശി അല്ലെ. നമ്മുടെ ഇഷ്ടപ്രകാരത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഐച്ഛികം. അനൈച്ഛികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ കഴിയാത്തത് കൈകളിലെ പേശി, കാലുകളിലെ പേശി, മുഖത്തെ പേശി എല്ലാം ഐച്ഛിക പേശി. അനൈച്ഛിക പേശി അന്നനാളത്തിലെ പേശി, ആമാശയത്തിലെ പേശി, ഹൃദയപേശി എല്ലാം അനൈച്ഛിക പേശികളും ആണ്. കൈകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നത് ഐച്ഛിക ചലനമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കൈ മടക്കുന്നു നിവർത്തുന്നു, മടക്കുന്നു നിവർത്തുന്നു, ഐച്ഛിക ചലനം അല്ലേ, എന്റെ ഇഷ്ടപ്രകാരമല്ലേ ഞാൻ ചലിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കൈ മടക്കുക നിവർത്തുക എന്നൊക്കെ പറയുന്നത് ഐച്ഛിക ചലനമാണ്. ഈ ചലനം, ഈ ഒരു ഐച്ഛിക ചലനം എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നമുക്ക് കാണുന്നത്. അപ്പം ഈ ഒരു കൈ മടക്കൽ നിവർത്തൽ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് രണ്ട് തരത്തിലുള്ള പേശികൾ, ഈ പ്രവർത്തനത്തിൽ മുഖ്യമായും രണ്ട് പേശികൾ പങ്കെടുക്കുന്നുണ്ട്. കൈ മടക്കലും നിവർത്തലും സാധ്യമാക്കാൻ വേണ്ടിയിട്ട് രണ്ട് തരം പേശികൾ, രണ്ട് ഗ്രൂപ്പ് ഓഫ് പേശികൾ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് മടക്കൽ പേശി, ഒന്ന് നിവർത്തൽ പേശി. അപ്പൊ എന്താ പറഞ്ഞത്, കൈ മടക്കാനും നിവർത്താനും രണ്ട് പേശികൾ സഹായിക്കുന്നുണ്ട്, മടക്കൽ പേശിയും നിവർത്തൽ പേശിയും. ഓക്കെ, പഠിച്ചോ നിങ്ങള്? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ഫ്ലെക്സർ മസിൽ എന്നും എക്സ്റ്റൻസർ മസിൽ എന്ന് പറയും. ഫ്ലെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ കൈ മടക്കുന്നതിനെയാ ഫ്ലെക്സ് ചെയ്യാന്ന് പറയാം, കൈ നിവർത്തുന്നതിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയാ. അപ്പൊ ഫ്ലെക്സർ മസിലും എക്സ്റ്റൻസർ മസിലും എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. മലയാളത്തിലാണെങ്കിൽ മടക്കൽ പേശി എന്നും നിവർത്തൽ പേശി എന്നുമാണ് പറയുന്നത്. അപ്പം ഇത് ഇവിടെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടോ, ഇത് കൈയിന്റെ എല്ലാണ്, എല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള അല്ലെ, എല്ലുമായിട്ട് ബന്ധിപ്പിച്ച ഇവിടെ എന്തുണ്ട്, മസിലുകൾ, പേശികൾ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എല്ലുകളാണ്, അസ്ഥികളാണ്. രണ്ട് തരം കൈകളുടെ ചലനത്തിന് സഹായിക്കുന്ന രണ്ട് തരം പേശികളാണ് മടക്കൽ പേശിയും നിവർത്തൽ പേശിയും. ഓക്കെ, അപ്പം പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗം നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. ഇവിടെ പേശിയാണിത്, ഈ പേശീനെ അസ്ഥിയുമായിട്ട്, ഇവിടുത്തെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗത്തിന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിട്ടുള്ളത്? ടെൻഡൺ. എന്താണ്? ടെൻഡൺ. എന്താണ്? ടെൻഡൺ. അപ്പൊ അതങ്ങനെ തന്നെ എഴുതുക, ടെൻഡൺ, ടെൻഡോൺ. ടെൻഡൺ. ഇതാണ് പേശികളെ അസ്ഥികളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗം. കൈകളുടെ ചലനത്തിൽ ഉൾപ്പെടുന്ന പേശികൾ എന്താണ്? കൈകളുടെ ചലനത്തിന് ഉൾപ്പെടുന്ന പേശികള് രണ്ട് പേശികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? മടക്കൽ പേശിയുമുണ്ട്, നിവർത്തൽ പേശിയുമുണ്ട്. മടക്കൽ പേശിയും നിവർത്തൽ പേശിയും. പേശികളുടെ രണ്ടഗ്രങ്ങളെ രണ്ട് അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ നേരത്തെ കണ്ടല്ലേ. പേശീനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ അസ്ഥിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെയും പേശീനെ അസ്ഥിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. എന്തിനാണ് ഈ പേശീനെ അസ്ഥിയുമായിട്ട് ഇങ്ങനെ ടെൻഡൺ വെച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്?
എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെ, അവിടെ ഒരു സ്ഥിരത കിട്ടാനും ബലം സ്ഥിരതയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അല്ലാതെ ഈ പേശീനെ ഇങ്ങനെ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുലുക്കുമ്പൊന്നും അല്ലെങ്കിൽ എല്ലുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, പേശികള് ഈ ടെൻഡനൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പം അത് വളരെ ആവശ്യമാണ് പേശികള് അസ്ഥികളുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത്. കൈകൾ മടക്കുന്നതിന് ഇരു പേശികൾക്കും ഉണ്ടാകേണ്ട മാറ്റം. അപ്പം കൈ മടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇരുപേശികളും എന്ത് ചെയ്യണം, മടക്കൽ പേശിയുമുണ്ട് നിവർത്തൽ പേശിയുമുണ്ട്. അപ്പൊ മടക്കൽ പേശിയും നിവർത്തൽ പേശി എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷൻ, അതായത് പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം. അപ്പൊ ഫ്ലെക്സ് ചെയ്യുമ്പം എക്സ്റ്റൻസർ മസിലും ഫ്ലെക്സർ മസിലും ഉണ്ട് അല്ലെ. മടക്കൽ പേശിയും നിവർത്തൽ പേശിയും എന്ത് ചെയ്യണം, പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ചെയ്താൽ മാത്രമാണ് നമുക്ക് മടക്കലും നിവർത്തലും സാധ്യം ആവുന്നത്. അതാ ഇവിടെ പറയുന്നത്, കൈകളുടെ മടക്കലും നിവർത്തലും സാധ്യമാകുന്നത് രണ്ട് പേശികളുടെ പരസ്പര വിരുദ്ധം അല്ലെ. ഒന്ന് മടക്കുമ്പോൾ മറ്റേത് എന്ത് ചെയ്യണം, നിവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് എന്ത് ചെയ്യണം, ഒന്ന് റിലാക്സ് ചെയ്യണം. അപ്പൊ ആ രീതിയിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് കൈകൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, മടക്കാനും നിവർത്താനും വേണ്ടിയിട്ട് പറ്റുന്നത്. ഇത്തരത്തിലുള്ള പേശി പ്രവർത്തനങ്ങളാണ് ശരീരത്തിലെ മിക്ക ചലനങ്ങളും സാധ്യമാവുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇങ്ങനെ മടക്കൽ പേശി നിവർത്തൽ പേശി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളാണ് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ചലനങ്ങളും സാധ്യം ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്, നമ്മൾ എങ്ങനെയാണ് മടക്കൽ നിവർത്തൽ പേശികളെ പറ്റിയിട്ട് പറഞ്ഞു, ടെൻഡോൺ എന്താന്ന് പറഞ്ഞു അല്ലെ. അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പേശീക്ലമത്തെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ പറയും മസിൽ ഫാറ്റീഗ് എന്ന് പറയും, പേശീക്ലമം. ഓക്കെ, പേശീക്ലമം അല്ലെങ്കിൽ മസിൽ ഫാറ്റീഗ്. സോ എന്താ പേശീക്ലമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേർഡ് നിങ്ങൾക്ക് അറിയാം അല്ലെ, പേശിയും നിങ്ങൾക്കറിയാം, ക്ലമവും നിങ്ങൾക്കറിയാം. സോ നോക്കാം നമുക്ക് എന്താന്ന്. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പേശികൾക്ക് തുടർച്ചയായി പ്രവർത്തിക്കേണ്ടി വരുന്നു. ഇതിന് ഏറെ ഊർജം ആവശ്യമാണ് അല്ലെ. നമ്മള് ഓടാൻ പോവാണ്, സ്ഥിരമായിട്ട് ഒരു കിലോമീറ്റർ ഒക്കെ ഓടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 കിലോമീറ്റർ മേലേക്ക് ഓടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരുപാട് എന്ത് ചെയ്യണം, എനർജി ആവശ്യമുണ്ട് അല്ലെ. അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ എനർജി വേണം, കുറേ ഊർജം ആവശ്യമുണ്ട് അല്ലെ. ഈ ഊർജം പേശീകോശങ്ങളിൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കോശശ്വസനം നടന്ന് ATP രൂപപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. ATP തന്മാത്രകളിൽ നിന്ന് ഊർജം സ്വീകരിച്ചാണ് പേശി പ്രവർത്തിക്കുന്നത് അല്ലെ. നമുക്ക് വേണ്ട ഊർജം ഏത് ഫോമിലാണ് എടുക്കുന്നത്, ATP. നമ്മൾ പഠിച്ചതാണ് അല്ലെ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് പഠിച്ചിട്ടില്ലേ. നമ്മൾ കോശശ്വസനം പഠിച്ചതാണ് അല്ലെ, എയറോബിക് അനേറോബിക് ശ്വസനങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ഊർജം സംഭരിക്കപ്പെട്ട് വെച്ചിട്ടുള്ളത്. ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ATP ഫോമിലാണ് നമുക്ക് വേണ്ട ഊർജം കിട്ടുന്നത്. അസ്ഥിപേശികൾക്ക് തുടർച്ചയായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ, അതായത് വ്യായാമം പോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അസ്ഥിപേശികൾക്ക് തുടർച്ചയായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയ്ക്ക് പേശീക്ലമം എന്ന് പറയുന്നു. എന്താ പേശീക്ലമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പം ഈ അസ്ഥിപേശി അല്ലെ, സ്കെലറ്റൻ മസിലിന് ആവശ്യമായിട്ടുള്ള അല്ലെ, ഇങ്ങനെ ഓടാനും ചാടാനും ഒക്കെ കുറേ ഊർജം ആവശ്യമുണ്ട്. അപ്പം കുറേ നേരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പ്രവർത്തിക്കേണ്ട സിറ്റുവേഷനിൽ ഇവർക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ വരികയും അത് കാരണം പേശി ക്ഷീണിക്കും.
ഈ പേശി ക്ഷീണിക്കുന്ന സമയത്ത് ഫർദർ അതിന് സങ്കോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷെ അത് താൽക്കാലികമായിട്ടുള്ളൊരു ചേഞ്ച് മാത്രമാണ്. സ്ഥിരമായിട്ട് സങ്കോചിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതല്ല. താൽക്കാലികമായിട്ട് അതിന് പിന്നെ സങ്കോചിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ ഒരു അവസ്ഥയെയാണ് പേശീക്ലമം എന്ന് പറയുന്നത്. അപ്പൊ എന്താ പേശീക്ലമം എന്ന് പറഞ്ഞത്? നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഊർജം ആവശ്യമാണ്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഓടോ ചാടോ എന്തെങ്കിലും വ്യായാമം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയത്തേക്ക് വേണ്ട ഒരു ഓക്സിജൻ ആവശ്യത്തിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പേശി ക്ഷീണിച്ചിട്ട് അതിന് സങ്കോചിക്കാനുള്ള ഒരു കഴിവ് താൽക്കാലികമായിട്ടൊന്ന് നിർത്തിവെക്കുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ പേശീക്ലമം അഥവാ മസിൽ ഫാറ്റീഗ് എന്ന് പറയുന്നത്. അപ്പം പേശികളുടെ പ്രവർത്തനം കൊണ്ട് മാത്രം ചലനം സാധ്യമാകുമോ? നമുക്ക് ചലിക്കാൻ വേണ്ടിയിട്ട് കുറേ മസിൽ ഉണ്ടെന്ന് വിചാരിക്കുക, പേശികൾ ഉണ്ടെന്ന് വിചാരിച്ചോ. കുറേ മസിലുണ്ട്, കയ്യിലും കാലിലൊക്കെ ആയിട്ട് കുറേ മസിലുണ്ട്. ഈ മസിൽ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചലിക്കാൻ വേണ്ടി സാധിക്കുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ചലിക്കാൻ വേണ്ടി സാധിക്കുമോ? ഈ മസിലെല്ലാം എവിടേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? എല്ലുകളെ മുകളിലാണ് അല്ലേ? എല്ലുകളില്ലാതെ വെറും മസിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ അല്ലെ എന്തിനു കൊള്ളാം അല്ലെ? നമുക്കൊരു ഷേപ്പ് തരുന്നത്, നമ്മളിങ്ങനെ താങ്ങി നിർത്തുന്നതെല്ലാം എല്ലുകളാണ് അല്ലെ? ഈ എല്ലിന്റെ മേലെയാണ് ഈ മസിൽ പണിയെടുക്കുന്നത്, ശരിയല്ലേ? അപ്പം എല്ലുകളില്ലാതെ വെറും മസിലുകൾ മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എനിക്കിങ്ങനെ കൈ ഇങ്ങനെ ചലിപ്പിക്കാനൊന്നും വേണ്ടി പറ്റില്ല. എല്ലിൻ്റെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ കൈയൊക്കെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ മനുഷ്യരിൽ പേശികളെ അസ്ഥികളുമായോ തരുണാസ്ഥികളുമായോ ബന്ധിപ്പിച്ചിട്ടുണ്ട്. തരുണാസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള അസ്ഥിയാണ്, പക്ഷേ അസ്ഥിയുടെ അത്രയൊരു കട്ടിയൊന്നും ഉണ്ടാവില്ല. തരുണാസ്ഥിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്, നമുക്ക് അപ്പം പഠിക്കാം കേട്ടോ. അപ്പം മനുഷ്യരിൽ പേശികളെ അസ്ഥികളുമായോ തരുണാസ്ഥികളുമായോ ബന്ധിപ്പിച്ചിട്ടുണ്ട്. പേശികളും അസ്ഥികളും ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വൈവിധ്യമാർന്ന ചലനങ്ങൾ സാധ്യമാവുന്നത്. അപ്പം നമുക്ക് വേണ്ടത്ര ചലനം സാധ്യമാവുന്നത് പേശികളും അസ്ഥികളും ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. പേശിയും അസ്ഥിയും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പലതരത്തിലുള്ള ചലനങ്ങൾ നമുക്ക് സാധ്യം ആവുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മക്കളെ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, നമ്മുടെ ഈ ഒരു സെഷൻ്റെ അകത്ത് നമ്മൾ പേശി കലകളെ പറ്റി പഠിച്ചു അല്ലെ? പേശി കലകളെ പറ്റി പഠിച്ചു. പേശി കലകളിൽ ആക്റ്റിനും മയോസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ തന്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ തന്തുക്കളാണ് നമ്മുടെ ഒരു ചലനം അല്ലെ, പേശികളുടെ ചലനം സാധ്യമാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സങ്കോചവും പൂർവസ്ഥിതി പ്രാപിക്കലും. പിന്നീട് നമ്മൾ വിവിധ തരം പേശികളെ പറ്റി പറഞ്ഞു. അസ്ഥിപേശി, മൃദുലപേശി, ഹൃദയപേശി. ഇതിനകത്ത് അസ്ഥിപേശിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഐച്ഛിക ചലനം സാധ്യമാക്കുന്നുണ്ട്, സിലിണ്ടർ ആകൃതിയാണ്, കുറുവരകൾ ഉണ്ട്, പിന്നെ നമ്മൾ എന്താ പറയാ, ശാഖകൾ ഇല്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ചു. മൃദുലപേശി എന്ന് പറയുന്നത് അനൈച്ഛിക ചലനമാണ്, സ്പിൻഡിൽ ആകൃതിയാണ്, ശാഖകളില്ല, കുറുവരകൾ ഇല്ല. ഇനി ഹൃദയപേശി നോക്കുമ്പം സിലിണ്ടർ ആകൃതിയാണ്, അനൈച്ഛിക ചലനമാണ് സാധ്യമാക്കുന്നത്, കുറുവരകൾ ഉണ്ട്, ശാഖകൾ ഉണ്ട്. 3 തരത്തിലുള്ള പേശികളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അസ്ഥിപേശി, മൃദുലപേശി, ഹൃദയപേശി. പിന്നെ നമ്മൾ അതൊരു ടേബിളിൽ എന്ത് ചെയ്തു, മാർക്ക് ചെയ്ത് വെച്ചു. നമ്മുടെ ഐച്ഛിക പേശി എന്താണ്, അനൈച്ഛിക പേശി എന്താണെന്ന് പറഞ്ഞു അല്ലെ. ഐച്ഛിക പേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടറി മസിലാണ് അല്ലെ, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന മസിലുകളെയാണ്, പേശികളെയാണ് ഐച്ഛികം അല്ലെ, ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന പേശികളെ ഐച്ഛിക പേശികൾ എന്ന് പറഞ്ഞു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റാത്ത പേശികളെ അനൈച്ഛിക പേശികൾ എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് നടത്താൻ വേണ്ടിയിട്ട് 2 പേശികൾ അല്ലെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്
ചലനം നടത്താൻ വേണ്ടിയിട്ട് 2 തരം പേശികൾ, മടക്കൽ പേശിയും നിവർത്തൽ പേശിയും. പിന്നെ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത് ടെൻഡോൺ വഴി എന്നാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ മടക്കൽ പേശിയുടെയും നിവർത്തൽ പേശിയുടെയും പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ചലനം സാധ്യമാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് പേശീക്ലമമായിരുന്നു. പേശീക്ലമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് എന്തെങ്കിലും വ്യായാമമോ എന്തെങ്കിലും കായിക പ്രവർത്തനത്തിലോ ഏർപ്പെടുന്ന സമയത്ത് എന്താണ്, ഊർജം വേണം അല്ലെ. ഈ ഊർജം വേണമെങ്കിൽ നമുക്ക് ഓക്സിജൻ വേണം. അപ്പോൾ ഓക്സിജൻ കിട്ടാതിരിക്കുന്ന അവസരത്തിൽ തൽക്കാലത്തേക്ക് അല്ലെ, താൽക്കാലികമായിട്ട് പേശി ക്ഷീണിച്ചിട്ട് സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ പേശീക്ലമം അല്ലെങ്കിൽ മസിൽ ഫാറ്റീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കി പേശികൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ചലനം നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരും കൂടെ വിചാരിക്കണം, അസ്ഥികളും കൂടെ വിചാരിക്കണം അല്ലെ. അപ്പം ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമ്മുടെ അസ്ഥിയുടെ ഘടന, അല്ലെങ്കിൽ നമ്മൾ അസ്ഥികൂടമൊക്കെ കണ്ടിട്ടില്ലേ, ലാബോറട്ടറിയിലൊക്കെ അസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ സയൻസ് എക്സിബിഷനിലൊക്കെ അസ്ഥികൂടങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പം ഈ അസ്ഥിയെ പറ്റിയിട്ടും അല്ലെങ്കിൽ അസ്ഥിക്കൂടത്തിനെ പറ്റിയിട്ടും അതിനെന്തൊക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പം മസിലുകൾ അല്ലെങ്കിൽ പേശികൾ മാത്രം ഉണ്ടായത് കൊണ്ട് നമുക്ക് ചലനം നടത്താൻ വേണ്ടിയിട്ട് സാധ്യമാവണമെന്ന് ഇല്ല. അപ്പം അസ്ഥിയുടെ ഒരു സപ്പോർട്ടും കൂടെ നമുക്ക് ചലനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.